കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ കീഴിൽ അട്ടപ്പാടിയിൽ കുടുംബശ്രീ ആരംഭിക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം CPIM നേതാവായ വൃന്ദ കാരാട്ട് നിർവഹിച്ചത്. ഇത് പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് കോൺഗ്രസ് ആരോപണം. സർക്കാരിന്റെ കീഴിൽ വരുന്ന കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികളായ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമാണ് ഉദ്ഘാടനം ചെയ്യാൻ ചട്ടം അനുവദിക്കുന്നത്. എന്നാൽ ചട്ടങ്ങൾ ലംഘിച്ച് കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് വൃന്ദ കാരാട്ടിനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. സ്ഥലം MLA N ഷംസുദ്ദീൻ വേദിയിലുണ്ടായിട്ടും പാർട്ടി നേതാവിനെ ഉദ്ഘാടനത്തിന് തീരുമാനിക്കുകയായിരുന്നു. ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. പക്ഷേ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാരെ കൊണ്ട് ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യിക്കരുതെന്ന് കുടുംബശ്രീക്ക് ഒരു സർക്കുലർ ഉണ്ട്. മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർക്ക് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാം, അത് ചെയ്യാം. ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും മാത്രമേ പാടുള്ളൂ എന്നാണ് പ്രോട്ടോകോൾ ഉള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ MLA ഇരുത്തിയിട്ട് ആണ് പിന്നെ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത്. ഇത് MLA ചടങ്ങിലുണ്ടായിരുന്നു, MLA അധ്യക്ഷനായിരുന്നു. ആ അധ്യക്ഷ സ്ഥാനത്ത് തന്നെയാണ് MLA ഉണ്ടായിരുന്നത്. അവിടെ പ്രോഗ്രാം തയ്യാറാക്കി മന്ത്രി വരില്ലെന്ന് കണ്ടപ്പോൾ ഇവർ തീരുമാനിച്ചു ഇങ്ങനെ വൃന്ദ കാരാട്ടിനെ ഉദ്ഘാടകയാക്കിയതും നിയമവിരുദ്ധമാണ്. അവരവിടെ പ്രസംഗിച്ചതും രാഷ്ട്രീയ പ്രസംഗമാണ്. അട്ടപ്പാടിയെത്തിയ വൃന്ദ കാരാട്ട് നവജാത ശിശുക്കളുടെ മരണത്തെക്കുറിച്ചോ ആദിവാസി പ്രശ്നങ്ങളെക്കുറിച്ചോ പ്രതിപാദിച്ചില്ല. ഇതിനു പുറമെ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വേണ്ടിയാണ് സർക്കാർ വേദി ഉപയോഗിച്ചതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. നേരത്തെ മന്ത്രി AK ബാലനായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. വൃന്ദ കാരാട്ടിനെ മുഖ്യാതിഥിയായിട്ടായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പ്രോട്ടോകോൾ ലംഘനത്തിനെതിരെ കുടുംബശ്രീ ഡയറക്ടർക്ക് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.